ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ജനകീയ അടിത്തറയുടെ ബലത്തിലും വിശുദ്ധിയിലും അക്ഷര കേരളം പടുത്തുയർത്തിയ സാംസ്കാരിക പ്രസ്ഥാനമാണ് വായനശാലകൾ. പ്രായഭേദമന്യേ അക്ഷരത്തിന്റെ മഹത്വം പകർന്നു നൽകിയതിൽ വായനശാലകളുടെ പങ്ക് ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയതാണ്. എന്നാൽ ഒരു കാലത്തിന്റെ സംസ്കൃതിയായി തലയുയർത്തി നിന്ന വായനശാലകൾ കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ വിസ്മൃതിയിലാവുകയാണോ? റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. നിരോധനം ലംഘിച്ച് മണലെടുപ്പ് സമരം. പ്രതിഷേധം സർക്കാരും കളക്ടറും കാണിക്കുന്ന അലംഭാവത്തിനെതിരെ. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകി കോഴിക്കോട് കോർപ്പറേഷന്റെ 2014-15 വർഷത്തെ പദ്ധതി രേഖ. ഒരു വാർഡിന് ഒരു റോഡ് ഉറപ്പ്. പ്രഖ്യാപനങ്ങൾ മറക്കുന്ന ഒരു സാംസ്കാരിക മന്ത്രിയാണ് നമുക്കുള്ളതെന്ന് പുരുഷൻ കടലുണ്ടി MLA. ലൈബ്രറിയന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളിലെ കർഷകദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുന്നിൽ നടക്കുന്ന സമരം 3ാം ദിനം പിന്നിട്ടു. നിരവധി രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളും വിദ്യാർത്ഥികളുമടക്കം നിരവധി പേർ സമരപ്പന്തൽ സന്ദർശിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചു. നവംബർ 23-ന് ഇറക്കിയ ഉത്തരവ് പിൻവലിക്കുന്നതുവരെ സമരം തുടരുമെന്ന പ്രഖ്യാപനവുമായി ബുധനാഴ്ചയാണ് നിരാഹാര സമരം തുടങ്ങിയത്. താമരശ്ശേരി രൂപതയുടെയും മതരാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് സമരം നടത്തുന്നത്. സംസ്ഥാനത്തെ 123 വില്ലേജുകളെയും ESA പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ ബാധിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്നുള്ള 5 പേരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. INTUC ജില്ലാ സെക്രട്ടറി OD തോമസ്, കട്ടിപ്പാറ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയുമായ ബിജു കണ്ണഞ്ചിറ, താമരശ്ശേരി രൂപതയിൽ നിന്നുള്ള ഫാദർ അജി പുതിയപറമ്പിൽ, കർഷക സംഘം തിരുവമ്പാടി ഏരിയ സെക്രട്ടറിയും CPIM തിരുവമ്പാടി ലോക്കൽ സെക്രട്ടറിയുമായ CN പുരുഷോത്തമൻ, കാവിലുംപാറ പഞ്ചായത്തിലെ കർഷകനായ ജോയ് കണ്ണഞ്ചിറ എന്നിവരാണ് നിരാഹാരത്തിൽ. നിരാഹാര സമരത്തിന്റെ 3ാം ദിനത്തിൽ കുന്നമംഗലം MLA PT റഹീം, മുൻ മന്ത്രിയും കോൺഗ്രസ് S നേതാവുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി, മാർ ജോർജ് പൂങ്കുഴി എന്നിവർ സമരപന്തൽ സന്ദർശിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചു. പയ്യോളി CP മനോജ് വധക്കേസിലെ 2ാം പ്രതി വടകരയിൽ ബിജുവിന്റെ വീടിനു നേരെ ആക്രമണം നടന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 10ഓളം വരുന്ന അക്രമ സംഘമാണ് വീടിനു നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടത്. പയ്യോളി CP മനോജ് വധക്കേസിലെ 2ാം പ്രതി വടക്കേൽ ബിജുവിന്റെ വീടിനു നേരെ ആക്രമണം നടന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് 10ഓളം വരുന്ന അക്രമി സംഘം വീടിന്റെ ജനൽ ഗ്ലാസുകൾ അടിച്ചു തകർത്തത്. 2 ആഴ്ച മുൻപ് മറ്റൊരു പ്രതിയുടെ വീടിനു നേരെയും സമാനമായ അക്രമം നടന്നിരുന്നു. മനോജ് വധക്കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. വധം നടന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷണം എവിടെയും എത്തിയില്ല. സംഭവത്തിൽ പയ്യോളി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സർക്കാരും കളക്ടറും കാണിക്കുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ച് നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കടവുകളിൽ നിരോധനം ലംഘിച്ച് മണലെടുപ്പ് സമരം നടത്തി. സംസ്ഥാന പരിസ്ഥിതി ആഘാത അതോറിറ്റിയുടെ അനുമതി വാങ്ങി മണലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സർക്കാരും കളക്ടറും കാണിക്കുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ചാണ് വെള്ളിയാഴ്ച നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കടവുകളിൽ നിരോധനം ലംഘിച്ച് മണലെടുപ്പ് സമരം നടത്തിയത്. സംസ്ഥാന പരിസ്ഥിതി ആഘാത പഠന അതോറിറ്റിയുടെ അനുമതി വാങ്ങി മണലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. 3 മാസമായി ജില്ലയിൽ മണൽ വാരുന്നതിന് നിരോധനമാണ്. ഹരിത ട്രൈബ്യൂണലിന്റെ ഉത്തരവിൽ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് നിരോധനം. 31 പഞ്ചായത്തുകളിലെ 5200-ലധികം മണൽ തൊഴിലാളികൾക്ക് തൊഴിൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജില്ലയിൽ 10 ലക്ഷത്തോളം പേർ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. മണൽ ലഭിക്കാതായതോടെ നിർമ്മാണ മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ പൊതുമരാമത്ത് വകുപ്പിനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ വ്യക്തികൾക്കും വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നിലയ്ക്കുകയാണ്.
ഈ സാഹചര്യത്തിലാണ് സമരം. ഫറോക്ക്, ചിത്രക്കടവ്, കുന്നമംഗലം പള്ളിക്കടവ്, കോഴിക്കോട് ഒളവണ്ണ ചുങ്കം, തിരുവമ്പാടി കൊടിയത്തൂർ, കൊയിലാണ്ടി മൂരാട്, പേരാമ്പ്ര ചാനിയംകടവ്. പൊതുമരാമത്തിനും കുടിവെള്ളത്തിനും ഊന്നൽ നൽകി കോഴിക്കോട് കോർപ്പറേഷൻ 2014-15 വർഷത്തെ പദ്ധതി രേഖ ചർച്ച ചെയ്തു. റോഡുകളുടെ വികസനത്തിനും നവീകരണത്തിനും കുടിവെള്ളത്തിനായി പൊതു ടാപ്പുകൾ സ്ഥാപിക്കുന്നതിനും പ്രത്യേകം ഫണ്ട് അനുവദിക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു ചർച്ചയിൽ ഊന്നൽ നൽകിയത്. കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ 2014-15 വർഷത്തെ കരട് പദ്ധതി രേഖ ചർച്ച ചെയ്തു. ജില്ലയിലെ കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനും പൊതുമരാമത്ത് വകുപ്പിനും ഊന്നൽ നൽകുന്നതായിരുന്നു പദ്ധതി രേഖ. മേയർ AK പ്രേമചന്ദ്, ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M മോഹനൻ, പ്രതിപക്ഷത്തു നിന്നും കൌൺസിലർമാരായ MT പത്മ, മുഹമ്മദ് അലി, സക്കറിയ P ഹുസൈൻ, ബ്രസീലിയ ഷംസുദ്ദീൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവരും ഭരണപക്ഷത്തു നിന്ന് സൌദാമിനി, മുസാഫിർ അഹമ്മദ് തുടങ്ങിയ കൌൺസിലർമാരും സംബന്ധിച്ചു. ചർച്ചയിൽ ഒരു വാർഡിന് ഒരു റോഡ് എന്ന രീതിയിലാണ് ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത്. എന്നാൽ 2 വാർഡുകൾക്കും പ്രയോജനകരമാവുന്ന തരത്തിൽ റോഡുകളുടെ നിർമ്മാണത്തെ സംബന്ധിച്ചായിരുന്നു പ്രധാനമായി ചർച്ച നടന്നത്. ഇതിനെ സംബന്ധിച്ച് ശരിയായ നിർദ്ദേശങ്ങൾ നൽകിയായി പരിഗണിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മേയർ പറഞ്ഞു. കോർപ്പറേഷന്റെ പ്രാദേശിക റോഡുകൾക്കായി 8,88 ലക്ഷം രൂപയാണ് പദ്ധതികൾക്കായി തയ്യാറാക്കിയത്. റോഡ് ജംഗ്ഷൻ, ക്രോസിംഗ് സ്ഥലങ്ങൾ, ഫുട്പാത്തുകൾ എന്നിവിടങ്ങളിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം, കായികം, യുവജനക്ഷേമം എന്നിവയ്ക്കും മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കൃഷിക്കും പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. MG റോഡ് വികസനത്തിനും റോഡ് മെയിന്റനൻസിനും പ്രത്യേക ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് ബീച്ച് ആശുപത്രി വളപ്പിൽ മോർച്ചറിക്ക് സമീപത്തെ തകർന്ന ഓടകൾ ഇനിയും നന്നാക്കിയിട്ടില്ല. മാലിന്യം ഒഴുകുന്ന ഓടകൾ മോർച്ചറിക്ക് സമീപത്തെത്തുന്നവർക്ക് അപകട ഭീഷണി ഉയർത്തുകയാണ്. കഴിഞ്ഞ മഴക്കാലത്ത് ഓടകൾ നിറഞ്ഞ് ആശുപത്രി പരിസരത്ത് വെള്ളം കെട്ടി നിന്നപ്പോൾ ആരൊക്കെയോ ചേർന്ന് പൊളിച്ചു നീക്കിയതാണ് ബീച്ച് ആശുപത്രി പരിസരത്തെ ഓടകളുടെ സ്ലാബുകൾ. എന്നാൽ അടുത്ത മഴക്കാലമാവാറായിട്ടും ഈ ഓടകൾ മൂടിയിട്ടില്ല. ഇതുകാരണം പോസ്റ്റ്മോർട്ടം ആവശ്യങ്ങൾക്കും മറ്റുമായി ഇവിടെ എത്തുന്നവർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. ആശുപത്രിയിലെ മലിനജലമൊഴുകുന്ന സ്ലാബില്ലാത്ത ഓടയിലേക്ക് കാൽവഴുതി വീഴുമെന്ന ആശങ്കയിലാണ് പലരും പരിസരത്ത് നിൽക്കുന്നത്. മഴക്കാലത്താണെങ്കിൽ വെള്ളം പൊങ്ങുന്നത് കാരണം ഓടയുള്ള വിവരം പോലും കാൽനടക്കാരും വാഹന ഡ്രൈവർമാരും അറിയുന്നില്ല. ഇതുകാരണം ഒരു കാർ നേരത്തെ ഓടയിൽ കുടുങ്ങിയിരുന്നു. ഓടയിലെ ബ്ലോക്കുകൾ നീക്കിയ ശേഷം സ്ലാബിട്ട് മൂടുകയാണ് ഇതിനുള്ള പരിഹാരം. ലക്ഷങ്ങൾ ചെലവിട്ട് ആശുപത്രി മോടികൂട്ടി നവീകരിക്കുമ്പോഴും ഇതുപോലുള്ള അത്യാവശ്യ കാര്യങ്ങൾ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുജനങ്ങളിൽ നിന്നും സമാഹരിച്ച 3.5 കോടി രൂപ ഏതാനും പേരുടെ ട്രസ്റ്റിലേക്ക് മാറ്റുന്നത് അനുവദനീയമല്ലെന്ന് BJP സംസ്ഥാന വക്താവ് VK സജീവൻ. വടകര ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് നിധി ട്രസ്റ്റാക്കി മാറ്റിയതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടകര ജില്ലാ ആശുപത്രിയിലെ ഡയാലിസിസ് നിധി ട്രസ്റ്റാക്കി മാറ്റിയതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പാർട്ടി സംസ്ഥാന വക്താവ് VK സജീവൻ ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച 3.5 കോടി രൂപ ഏതാനും പേരുടെ ട്രസ്റ്റിലേക്ക് മാറ്റുന്നത് അനുവദനീയമല്ലെന്ന് VK സജീവൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ആ ഫണ്ട് ഏതാനും ചില വ്യക്തികളുടെ താൽപര്യത്തിനനുസരിച്ച് കൊണ്ടുപോയി കളയാമെന്ന വ്യാമോഹത്തോടുകൂടി ചില കുൽസിത ശ്രമങ്ങൾ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. BJP സംസ്ഥാന കമ്മിറ്റി അംഗം PK പ്രഭാകരൻ, മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ്, വൈസ് പ്രസിഡന്റ് കടക്കനാട് ബാലകൃഷ്ണൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഈ സംഭവത്തിൽ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂൾ അല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Gold and Diamonds.
വാർത്തകൾ തുടരുന്നു. പ്രഖ്യാപനങ്ങൾ മറക്കുന്ന ഒരു സാംസ്കാരിക മന്ത്രിയാണ് നമുക്കുള്ളതെന്ന് പുരുഷൻ കടലുണ്ടി MLA. ലൈബ്രറിയൻസ് അലവൻസും വാർഷിക ഗ്രാന്റും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ പബ്ലിക് ലൈബ്രറി പരിസരത്ത് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈബ്രറിയൻസ് അലവൻസും വാർഷിക ഗ്രാന്റും നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. പബ്ലിക് ലൈബ്രറി പരിസരത്ത് സംഘടിപ്പിച്ച ധർണ പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. നിശബ്ദ വിപ്ലവം നടത്തിയിരുന്ന കുറെ ആളുകൾ, അവർക്കൊക്കെ അലവൻസ് എന്ന ഓമനപ്പേരിൽ ചില ചെറിയ സഹായങ്ങൾ കിട്ടി എന്നല്ലാതെ ശമ്പളക്കാരല്ല. അവർക്ക് ഒരു സമരത്തിലേക്ക് വരേണ്ടി വന്നത് നിർഭാഗ്യകരമാണ് എന്നാണ് എനിക്ക് പറയാൻ. ലൈബ്രറിയന്മാരുടെ പാർട്ട് ടൈം ജീവനക്കാരായി അംഗീകരിക്കുക, സാംസ്കാരിക ക്ഷേമനിധിയിൽ ലൈബ്രറിയൻസിനെ ഉൾപ്പെടുത്തുക, ലൈബ്രറിയൻസ് അലവൻസ് കൃത്യമായും പ്രതിമാസം വിതരണം ചെയ്യുക, ഗ്രന്ഥശാലകൾക്ക് വാർഷിക ഗ്രാന്റ് കാലാനുസൃതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സർക്കാർ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സംഘടിപ്പിച്ച ധർണയിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് കുമാർ, ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി കെ ചന്ദ്രൻ മാസ്റ്റർ, DYFI ജില്ലാ സെക്രട്ടറി T രാജേഷ്, പൂനൂർ കെ കരുണാകരൻ, TV രാമചന്ദ്രൻ, PMV പണിക്കർ, കെ ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. തുടർ സാക്ഷരതാ പ്രവർത്തകരോട് സർക്കാരും സാക്ഷരതാ മിഷനും കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരം നടത്താൻ സാക്ഷരതാ പ്രേരക് അസോസിയേഷൻ തീരുമാനിച്ചു. സമരത്തിന്റെ ഭാഗമായി ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ധർണ PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 1 മുതൽ സാക്ഷരതാ കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാനും റിവ്യൂ മീറ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ യോഗങ്ങളും ബഹിഷ്കരിക്കാനും അസോസിയേഷൻ തീരുമാനിച്ചു. ജോലി സ്ഥിരത, മിനിമം വേതനം നടപ്പിലാക്കുക, അന്യായമായ പിരിച്ചുവിടൽ അവസാനിപ്പിക്കുക, സർവീസ് രജിസ്റ്റർ തയ്യാറാക്കി വേതന വർധനവ് നടപ്പിലാക്കുക, വെട്ടിക്കുറച്ച ഓണം അലവൻസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരത്തിന്റെ ഭാഗമായി ധർണ സംഘടിപ്പിച്ചത്. ധർണ PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി K മോഹനൻ, KC രാജീവൻ, ഉണ്ണിമാധവൻ, ബാലകൃഷ്ണൻ, K സുരേഷ് കുമാർ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. ദേശീയ മന്ദരോഗ നിവാരണ സമൂഹ ചികിത്സാ പരിപാടി മാർച്ച് 2 മുതൽ മാർച്ച് 28 വരെ നടത്തുമെന്ന് അഡീഷണൽ DMO ഡോക്ടർ അപ്പുണ്ണി പറഞ്ഞു. മാറാവ്യാധിയായ മന്ദരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി 4 ആഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന വിപുലമായ സജ്ജീകരണങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ഈ വർഷം മന്ദരോഗ നിവാരണ സമൂഹ ചികിത്സാ പരിപാടി നടപ്പിലാക്കുന്നത്. 2014 മാർച്ച് 2-ാം തീയതി മുതൽ 4 ആഴ്ചക്കാലം നീണ്ടുനിൽക്കുന്ന സമൂഹ ചികിത്സാ പരിപാടിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഈ കാലയളവിൽ 2 വയസ്സിൽ താഴെ പ്രായമുള്ളവരും ഗർഭിണികളും ഗുരുതരമായ രോഗമുള്ളവരും ഒഴികെ ബാക്കി എല്ലാവർക്കും മന്ദരോഗ നിവാരണ ഗുളികകളായ DEC, ആൽബൻഡസോൾ എന്നിവ കഴിച്ചിരിക്കണം. DEC 100 മില്ലിഗ്രാം 2 മുതൽ 5 വയസ്സുവരെ 1 ഗുളികയും 6 മുതൽ 14 വയസ്സുവരെ 2 ഗുളിക വീതവും 15 വയസ്സ് മുതൽ 3 ഗുളിക വീതവും കഴിച്ചിരിക്കണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. ആൽബൻഡസോൾ 400 മില്ലിഗ്രാം ഗുളിക ഒരെണ്ണം 2 വയസ്സിന് മുകളിലുള്ളവർ കഴിച്ചിരിക്കണം. ജീവിതം ദുരിതപൂർണമാക്കുന്ന മാറാവ്യാധിയായ മന്ദരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടി ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച് ഭാരത സർക്കാർ വിതരണം ചെയ്യുന്ന DEC, ആൽബൻഡസോൾ ഗുളികകൾ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്തതാണെന്നും ജില്ലാ മലേറിയ ഓഫീസർ വിമൽ രാജ് പറഞ്ഞു. BSNL എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ടെലകോം ജില്ലാ ദ്വിദിന ട്രേഡ് യൂണിയൻ ക്യാമ്പ് മാനേജർ ടെലിഫോൺ എക്സ്ചേഞ്ച് റിക്രിയേഷൻ ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ചു. പഠന ക്ലാസ്സിൽ വർത്തമാനകാല ഇന്ത്യ എന്ന വിഷയത്തിൽ പ്രൊഫസർ MN നാരായണൻ ക്ലാസ് എടുത്തു. BSNL എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ടെലികോം ജില്ലാ ദ്വിദിന ട്രേഡ് യൂണിയൻ ക്ലാസ് മാനാഞ്ചിറ ടെലിഫോൺ എക്സ്ചേഞ്ച് റിക്രിയേഷൻ ക്ലബ് ഹാളിൽ നടന്നു. യൂണിയന്റെ സംഘടനാബോധവും പൊതുചിന്തകളും ഉയർത്തുന്നതിനായി സംഘടിപ്പിച്ച പഠന ക്ലാസ്സിൽ വർത്തമാനകാല ഇന്ത്യ എന്ന വിഷയത്തിൽ പ്രൊഫസർ MM നാരായണനും കോർപ്പറേറ്റ് കാലത്തെ തൊഴിലാളി എന്ന വിഷയത്തിൽ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അംഗം P വെങ്കിടേശ്വരും ക്ലാസ് എടുത്തു. ഇങ്ങനെ അനാഥരും അവസരം ആലംബഹീനരും അവകാശങ്ങളെല്ലാം ഒരു അവകാശമില്ലാത്തവരായിട്ടാണ് മനുഷ്യ സമുദായത്തിലെ അംഗങ്ങൾ പെരുകിവരിക. മനുഷ്യാവകാശങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പ്രസംഗിക്കും. പൗരാവകാശം തന്നെ ഇല്ലാത്തവർക്ക് മനുഷ്യാവകാശം ഒരവകാശമില്ലാത്തവരല്ലേ. BSNL എംപ്ലോയീസ് യൂണിയൻ സർക്കിൾ പ്രസിഡന്റ് AV കുര്യക്കോസ്, സർക്കിൾ സെക്രട്ടറി K മോഹനൻ, മഹിളാ കമ്മിറ്റി കൺവീനർ V ഭാഗ്യലക്ഷ്മി, M വിജയകുമാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി.
കക്കോടി പ്രൈമറി ഹെൽത്ത് സെന്ററിനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അബൂബക്കർ മുസ്ലിയാർ. കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കക്കോടി ഗ്രാമപഞ്ചായത്തിന്റെ 2013-14 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന ആയുർവേദ ഹോസ്പിറ്റലിന്റെ ശിലാസ്ഥാപനം ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അബൂബക്കർ മാസ്റ്റർ നിർവഹിച്ചു. നിലവിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററിനുള്ളിലാണ് ആയുർവേദ ആശുപത്രിക്ക് സ്ഥലം കണ്ടെത്തിയത്. ഇതിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. കക്കോടി പ്രൈമറി ഹെൽത്ത് സെന്ററിനെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്ന് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാ ചികിത്സാ സംവിധാനങ്ങളും പരസ്പരം യോജിച്ചുകൊണ്ട് ഇതേപോലെ ഒരു കെട്ടിട സമുച്ചയത്തിൽ വരിക എന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്കെല്ലാം തോന്നുന്നത്. പഞ്ചായത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിത മനോജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മക്കടോൾ ഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി മുകുന്ദൻ, സി മാലതി, റീജ ശൈലേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. നടുവട്ടം അങ്ങാടിയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സി ഗോപാലൻ അധ്യക്ഷം വഹിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പുനഃസംഘടിപ്പിച്ച് ജനകീയ ചെയർമാനെ നിയമിക്കുക, തയ്യൽ തൊഴിലാളി പെൻഷൻ മിനിമം 1000 രൂപയാക്കുക, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി അംഗങ്ങൾക്ക് ESI പരീക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 5 നടക്കുന്ന താലൂക്ക് ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള വാഹന പ്രചരണ ജാഥ ജില്ലയിൽ പര്യടനം തുടരുകയാണ്. ബേപ്പൂരിനടുത്ത നടുവട്ടങ്ങാടിയിൽ പ്രചരണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. ചെറുവണ്ണൂർ ഏരിയ കമ്മിറ്റി പ്രതിനിധി പി ബാബു സ്വാഗതം പറഞ്ഞു. ടി ഗോപാലൻ അധ്യക്ഷനായിരുന്നു. AKTA കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മൂരാട് ദാമോദരനാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ ക്യാപ്റ്റന് വാർഡ് യൂണിറ്റ് ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ഹാരാർപ്പണം നടത്തി. തയ്യൽ തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ആനുകൂല്യം പ്രഖ്യാപിച്ചു. തയ്യൽ തൊഴിലാളി മരിച്ചാൽ 10,000 രൂപ. വാർഡ് കമ്മിറ്റി ഗിരീഷ് കുമാർ കല്ലടിത്തോട് വാർഡ് കമ്മിറ്റി, പാലാറ്റിപ്പാടം റജില ടി നടുവട്ടം യൂണിറ്റ് കമ്മിറ്റി, കരുണൻ, VK ഗോപാലൻ, ടി ഗോപാലൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകൾ മറ്റൊരിടവേളയ്ക്ക് ശേഷം. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ജുഗൽ ബന്ദി. ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ കോട്ടൺ ഉത്സവം. 1000-ലേറെ ഗ്രാമങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ലക്ഷക്കണക്കിന് ശ്രേണികൾ. രജപുത്രാഞ്ജന, മ്യൂറൽ റോയാൽ, മുഗൾ ആസം, ദക്ഷിൺ ആൻഡ് ഡെക്കാൻ തുടങ്ങി ഏറ്റവും പുതിയ കോട്ടൺ സാരി കളക്ഷനുകൾ. ഒപ്പം റെഡിമെയ്ഡ് ചുരിദാർ മെറ്റീരിയലുകൾ, കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവയുടെ പുത്തൻ കോട്ടൺ ശ്രേണികളും. കല്യാൺ സിൽക്സ് കോട്ടൺ ജുഗൽ ബന്ദി. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. നഗരപാത വികസന പദ്ധതിയിൽപ്പെട്ട മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 100 കോടി രൂപ വകയിരുത്തിയതായി മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് നഗരപാത വികസന പദ്ധതിക്ക് മാങ്കാവ് മൈതാനിയിൽ സമാരംഭം കുറിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നഗരപാത വികസന പദ്ധതിയിൽപ്പെട്ട മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിന്റെ കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് നഗരപാത വികസന പദ്ധതിക്ക് മാങ്കാവ് മൈതാനിയിൽ സമാരംഭം കുറിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 381 കോടി രൂപ ചിലവഴിച്ച് നടപ്പാക്കുന്ന ഇപ്പോഴത്തെ പദ്ധതിയുടെ ഭാഗമായല്ല മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് വികസിപ്പിക്കുക. ഇതിനായി പ്രത്യേക സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി 100 കോടി രൂപ വകയിരുത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സ്ഥലമെടുപ്പ് പൂർത്തിയാക്കാൻ ഈ 100 കോടി മതിയാവില്ല. ഈ തുക ചിലവഴിച്ച് കഴിയുമ്പോൾ വീണ്ടും തുക അനുവദിക്കും. കോഴിക്കോട് ബൈപ്പാസ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽപ്പെടുത്തി വികസിപ്പിക്കുമെന്നും കൊല്ലം ആലപ്പുഴ ബൈപ്പാസുകൾക്കൊപ്പം ഈ പദ്ധതിയും യാഥാർത്ഥ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാനാഞ്ചിറ വെള്ളിമാട് കുന്നിന്റെ കാര്യത്തിന് ഒരു പ്രത്യേക ജിയോ അത് വന്നിട്ടുണ്ട്. അത് 100 കോടി രൂപ സ്ഥലം അക്വയർ ചെയ്യുന്നതിന് അതിന് അനുമതി കൊടുത്തുകൊണ്ടുള്ള ഭരണാനുമതി കൊടുത്തുകൊണ്ടുള്ള ഉത്തരവാണ്. പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് അധ്യക്ഷം വഹിച്ചു. പ്രദീപ് കുമാർ MLA മുഖ്യപ്രഭാഷണം നടത്തി. റോഡ്സ് ഫണ്ട് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PC ഹരികേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. RBDCK മാനേജിംഗ് ഡയറക്ടർ PM മുഹമ്മദ് ഹാനിഷ്, കേരള റൂറൽ ആൻഡ് അർബൻ ഫിനാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ K മൊയ്തീൻ കോയ, കോഴിക്കോട് വികസന അതോറിറ്റി ചെയർമാൻ NC അബൂബക്കർ, കൌൺസിലർമാരായ MT പത്മ, NC മോയിൻകുട്ടി, KT ബീരാൻ കോയ, സൗദാമിനി, പറ്റങ്ങാടി കൃഷ്ണചന്ദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ സ്വാഗതം പറഞ്ഞു. MK രാഘവൻ MP മുഖ്യാതിഥിയായിരുന്നു.
പുതിയ തൊഴിൽ നയം രൂപവൽക്കരിക്കണമെന്ന് കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി കോൺഗ്രസ് നേതൃയോഗം ആവശ്യപ്പെട്ടു. SS ജോസ് വിമൽ രാജ് യോഗം ഉദ്ഘാടനം ചെയ്തു. വ്യവസായ തൊഴിൽ മേഖലയുടെ ആവശ്യത്തിനുതകുന്ന തരത്തിൽ തൊഴിൽ നയം രൂപവൽക്കരിക്കണമെന്ന് കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി കോൺഗ്രസ് നേതൃയോഗം ആവശ്യപ്പെട്ടു. SS ജോസ് വിമൽ രാജ് ഉദ്ഘാടനം ചെയ്തു. MP പത്മനാഭൻ, ജോയ് പ്രസാദ് എന്നിവർ സംബന്ധിച്ചു. പുതിയ ഭാരവാഹികളായി ജോയ് പ്രസാദ് പുളിക്കൽ പ്രസിഡന്റ്, MP കുമാർ ജനറൽ സെക്രട്ടറി, ജഗദീഷ് തേരയിൽ വർക്കിംഗ് പ്രസിഡന്റ് എന്നിവരെ തിരഞ്ഞെടുത്തു. കേന്ദ്ര സഹായത്തോടെ കോഴിക്കോട്ടും കൊച്ചിയിലും ഉൾപ്പെടെ സംസ്ഥാനത്ത് 3 ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അർബുദ രോഗികൾക്ക് ലോകോത്തര നിലവാരമുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിന് 12 കോടി രൂപ ചെലവിൽ മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ച ഹൈ എനർജി ലീനിയർ ആക്സിലറേറ്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ മാതൃകയിൽ കോഴിക്കോട്ടും എറണാകുളത്തും ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ചികിത്സാ രംഗത്ത് റേഡിയേഷനുള്ള നൂതന ഉപകരണമായ ലീനിയർ ആക്സിലേറ്റർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂരും എറണാകുളത്തും സർക്കാർ ഏറ്റെടുത്ത മെഡിക്കൽ കോളേജുകളടക്കം 10 മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കൊല്ലത്ത് മാത്രമാണ് സർക്കാർ മെഡിക്കൽ കോളേജ് ഇല്ലാത്തത്. സ്ഥലം ലഭിച്ചാൽ അടുത്ത വർഷം അവിടെയും മെഡിക്കൽ കോളേജ് തുടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയുള്ള അത്യാധുനിക മെഡിക്കൽ എക്യുപ്മെന്റ്സ് കൊണ്ടുവന്നാൽ മാത്രം പോരാ, അതിന്റെ ശരിയായ മെയിൻ്റനൻസ്, ശരിയായ രീതിയിൽ അത് കരുതലോടുകൂടി അത് നോക്കി അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്ന നിലയിലുള്ള ആ വിമർശനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വളരെ ശക്തമായ പിന്തുണ ആരോഗ്യമന്ത്രി VS ശിവകുമാർ അധ്യക്ഷനായിരുന്നു. എൻഡോസോണോഗ്രഫി മെഷീനും പുതിയ അതിഥി മന്ദിരവും മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. പുതിയ ഗസ്റ്റ് ഹൌസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുന്നതിനും ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതിനുമായി ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി പഞ്ചായത്ത് വകുപ്പ് മന്ത്രി കളക്ടർ CA ലത, മേയർ പ്രൊഫസർ AK പ്രേമജം, MK രാഘവൻ MP, MLAമാരായ എളമരം കരീം, AK ശശീന്ദ്രൻ, A പ്രദീപ് കുമാർ, പുരുഷൻ കടലുണ്ടി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C രവീന്ദ്രൻ, സൂപ്രണ്ട് ഡോക്ടർ MP ശ്രീജയൻ, ഇംഹാൻസ് ഡയറക്ടർ ഡോക്ടർ PK കൃഷ്ണകുമാർ, IMCH സൂപ്രണ്ട് ഡോക്ടർ MK മോഹൻകുമാർ എന്നിവർ സംബന്ധിച്ചു. ഉത്സവ വാർത്തകൾ. നോർത്ത് ബേപ്പൂർ കൽക്കുന്നത്ത് ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം ഭക്തിയാദരപൂർവ്വം നടന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ അർദ്ധ അഖണ്ഡ നാമജപം, പൂജകൾ, നിർമ്മാല്യ ദർശനം, വാഗച്ചാർത്ത്, ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ശിവസഹസ്ര നാമാർച്ചന, ഉച്ചപൂജ, ദീപാരാധന, അത്താഴപൂജ, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. വൈകിട്ട് കൽക്കുന്നത്ത് ശിവക്ഷേത്ര ഭജന സമിതിയുടെ ഭജന, കൽക്കുന്നത്ത് ശിവക്ഷേത്ര സമിതിയുടെ നൃത്തനൃത്യങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ എന്ന വിഷയത്തിൽ പട്ടേരി സംജഷിന്റെ പ്രഭാഷണം, കൽക്കുന്നത്ത് ശിവക്ഷേത്ര സമിതിയുടെ കരോക്കെ ഭക്തിഗാനമേള എന്നിവയുമുണ്ടായിരുന്നു. ബേപ്പൂർ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവ പരിപാടികൾക്ക് സമാപനം. താന്ത്രിക കർമ്മങ്ങൾക്ക് പുറമെ ഭജന, പ്രഭാഷണം, നൃത്തോത്സവം എന്നിവ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചുണ്ടായിരുന്നു. ശിവരാത്രി ദിനം രാവിലെ നഗരപ്രദക്ഷിണത്തെ തുടർന്ന് ക്ഷേത്രതന്ത്രി എടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റം നടന്നു. ഗണപതി ഹോമം, ഇളനീരഭിഷേകം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, ഉച്ചപൂജ, ശ്രീഭൂതബലി, കോഴിക്കോട് ആദിശങ്കര ജ്ഞാനക്ഷേത്രത്തിലെ വിദ്യാസാഗരന്റെ പ്രഭാഷണം, അമൃതഭോജനം എന്നിവയുമുണ്ടായിരുന്നു. വൈകിട്ട് ക്ഷേത്ര സംഗീത വിദ്യാലയത്തിലെ VKS ബാബുവിന്റെ ശിക്ഷണത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ സംഗീതാർച്ചന നടന്നു. വൈകിട്ട് നാമജപത്തോടുകൂടിയുള്ള സമൂഹാരാധന, ദീപാരാധന, ബേപ്പൂർ ശിവക്ഷേത്ര ഭജന സമിതിയുടെ ഭജന, നൃത്താർച്ചന എന്നിവ നടന്നു. ബേപ്പൂർ കലാഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു നൃത്താർച്ചന നടന്നത്. തുടർന്ന് രാത്രി വാമൊഴിത്താഴം നാടൻപാട്ട് ആവിഷ്കാരവും കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു. ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ പനക്കൽ സുധീർ, KV സുരേഷ്, സുനിൽകുമാർ കൊല്ലർകണ്ടി, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് NV മാധവൻ, സേവാ പ്രമുഖ് K ജിനീഷ്, സെക്രട്ടറി KP സുരേന്ദ്രൻ, ട്രഷറർ P ദാസൻ എന്നിവർ നേതൃത്വം നൽകി.
വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കഴിഞ്ഞ 23 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വയനാടൻ ചുരത്തിലെ കുരിശിന്റെ വഴി വലിയ നോയമ്പിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും അടിവാരം ഗസമനിൽ നിന്നും ആരംഭിക്കുമെന്ന് കൺവീനർ ഫാദർ തോമസ് ടി തുണ്ടത്തിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നോയമ്പിലെ ആദ്യ വെള്ളിയാഴ്ച മാർ വർഗീസ് ചക്കാലക്കൽ സന്ദേശം നൽകും. ദുഃഖവെള്ളിയാഴ്ച ഫാദർ ജോണി പനന്തോട്ടം ദുഃഖവെള്ളി സന്ദേശം നൽകും. വൈദിക വിദ്യാർത്ഥികൾ, ഇടവകകൾ, ഭക്തസംഘടനകൾ, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, കന്യാസ്ത്രീകൾ തുടങ്ങിയവർ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കുമെന്നും അവർ അറിയിച്ചു. കൊയിലാണ്ടി കൊല്ലം UP സ്കൂളിന്റെ 110ാം വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചു. ഗുരുവന്ദനം, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കലാപരിപാടികൾ, സമാപന സമ്മേളനം എന്നിവയുണ്ടാകും. മാർച്ച് 1 രാവിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം EK വിജയൻ MLA ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ട്രഡീഷണൽ ആർട്ടിസാൻസ് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ മാർച്ച് 2-ാം തീയതി നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് കോഴിക്കോട് ശിക്ഷക് സദനിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് ബാബു കൊയിലാണ്ടി പറഞ്ഞു. കൊയിലാണ്ടി നഗരസഭയും പുളിയഞ്ചേരി UP സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 4ാമത് മാസ് നാടക ക്യാമ്പ് ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിലായി നടക്കുകയാണ്. പ്രശസ്ത നാടക സിനിമാ സംവിധായകൻ മഞ്ജുളൻ നാടക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ ബീന പുല്ലേരിക്കണ്ടി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ കോർഡിനേറ്റർ MG ബൽരാജ്, P ധർമ്മൻ, MK സുരേഷ് ബാബു, D സുരേഷ് ബാബു, ശിവദാസ് പൊയിൽക്കാവ്, സജീവൻ കീഴരിയൂർ എന്നിവർ സംബന്ധിച്ചു. നഗരസഭാ പരിധിയിലുള്ള 23 വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 50 വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പ് നടത്തുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ LICയെ തകർത്തുകൊണ്ട് സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിനെതിരെ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മാർച്ച് 4-ന് ഉപവാസം നടത്തും. രാജ്യവ്യാപകമായി ഡിവിഷണൽ ഓഫീസുകൾക്ക് മുന്നിലാണ് ഉപവാസ സമരം നടത്തുക. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ നടത്തുന്ന സമരത്തിൽ കേന്ദ്ര ഡിവിഷൻ ജില്ലാ നേതാക്കൾ ഉപവാസം അനുഷ്ഠിക്കുമെന്ന് ഓൾ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി CN ഗിരീശൻ പറഞ്ഞു. ടിപ്സ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മോഡൽ എൻട്രൻസ് പരീക്ഷയ്ക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘടനാ ജില്ലാ നേതാക്കൾ പറഞ്ഞു. പേരാമ്പ്ര, വടകര, കുറ്റ്യാടി, ബാലുശ്ശേരി, വെള്ളിമാടുകുന്ന്, ഫറൂഖ്, മീഞ്ചന്ത, നരിക്കുനി, മുക്കം എന്നിവിടങ്ങളിൽ സെന്ററുകൾ ഉണ്ടായിരിക്കും. ജില്ലയിൽ പ്രത്യേകം രജിസ്ട്രേഷനും ഹെൽപ്പ് ലൈൻ കൌണ്ടറുകളും ഒരുക്കിയതായും അവർ അറിയിച്ചു. മാർച്ച് 30-നാണ് പരീക്ഷ നടക്കുക. കാലിക്കറ്റ് മെട്രോ ബിൽഡിംഗ് ഓണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മാർച്ച് 2-ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കോഴിക്കോട് MP MK രാഘവൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജില്ലാ UDF ചെയർമാൻ അഡ്വക്കേറ്റ് P ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംഘം പ്രസിഡന്റ് NV ബാബുരാജ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരോധനം ലംഘിച്ച് മണലെടുപ്പ് സമരം. പ്രതിഷേധം സർക്കാരും കളക്ടറും കാണിക്കുന്ന അലംഭാവത്തിനെതിരെ. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഊന്നൽ നൽകി കോഴിക്കോട് കോർപ്പറേഷന്റെ 2014-15 വർഷത്തെ പദ്ധതി രേഖ. ഒരു വാർഡിന് ഒരു റോഡ് ഉറപ്പ്. പ്രഖ്യാപനങ്ങൾ മറക്കുന്ന ഒരു സാംസ്കാരിക മന്ത്രിയാണ് നമുക്കുള്ളതെന്ന് പുരുഷൻ കടലുണ്ടി MLA. ലൈബ്രറിയന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സമരം ആരംഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.